ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വിവോ V40 ആൻഡ് V40 പ്രോയൊക്കെ പറ്റി ചോദിച്ചവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഇത് V40 Pro ആണ് ഗൈസ്. ഒരു 8256 വരുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പുതിയ സാധനത്തിന് 50 രൂപയോളം ഉണ്ട്. അപ്പോൾ നിങ്ങൾ 50,000 രൂപ മുടക്കി ഈ സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വീഡിയോ എടുക്കാം, എങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് ഗൈസ്. ഇതിൽ ബാക്കിൽ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ സൈസ് എന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ സൈസിൻ്റെ കുറേ ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പോർട്രേറ്റിൻ്റെ ഇതായിട്ട് വരുമ്പോഴാണെങ്കിലും കുറേ അധികം ബൊക്കാസ് കാര്യങ്ങൾ നമുക്കിപ്പോൾ ഡയമണ്ട് ആണെങ്കിലും വേറെ ലൈറ്റ് എഫക്റ്റ് ആണെങ്കിലും അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പിന്നെ ഒരു മൈക്രോ ക്യാമറ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മാക്രോ ക്യാമറ അല്ല, മൈക്രോ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അതിനകത്ത് നമുക്ക് മറ്റേ പ്രീസെറ്റ് ആയിട്ട് കിട്ടുന്ന മറ്റേ സ്നാപ്ചാറ്റിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് പ്രീസെറ്റ് ആയിട്ട് കുറച്ച് സാധനം കിട്ടൂലേ, അങ്ങനത്തെ കുറച്ച് സാധനം വെച്ചൊക്കെ ഷോർട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അതൊക്കെ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതിനെപ്പറ്റി ഇങ്ങനെ നോക്കി നടക്കുന്നവർക്ക് അതൊക്കെ ഉപയോഗമായിരിക്കും. പക്ഷേ ഇതൊക്കെ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് നോർമൽ വീഡിയോ എടുക്കാനും നോർമൽ ഫോട്ടോ എടുക്കാനും നോക്കുള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള ഫുൾ ക്യാമറ സാധനങ്ങളെല്ലാം പറഞ്ഞുതരാം. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബാക്ക് ഗ്ലാസ് പറഞ്ഞാൽ ഇത്തിരി സ്ലിപ്പർ ചെയ്യാണ്ടായി, അത് കേസ് ഇല്ലാതെ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സൈഡ് മെറ്റൽ ബോഡിയൊക്കെ തന്നെ പറഞ്ഞത് ഇത് നമുക്ക് മറ്റേ ഡ്രോപ്പ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ചെയ്ത് കാണിച്ചു തന്നെയാണ്. അപ്പം ചെറിയ ക്ഷതമൊക്കെ ഇതിന് വരുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മളാരും ഫോൺ വാങ്ങിച്ചിട്ട് തറയിട്ട് നോക്കാനൊന്നും പോണില്ല. അപ്പോൾ അങ്ങനെ വീണാലും വലിയ കലിപ്പ് വരത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷെ പൊട്ടിയാൽ നിങ്ങൾക്ക് സർവീസിൽ വിഷയമാവോ എന്നൊന്നും പറഞ്ഞൂടെ, അതൊക്കെ നിങ്ങൾ പൊട്ടിച്ചു കൊണ്ടുപോയാലേ അറിയാൻ പറ്റൂ. വേറൊരു കാര്യം പറയാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കാണിച്ചിങ്ങനെ ആ ഒരു റിംഗ് ലൈറ്റ് കൊടുത്ത സംഭവമാണ്. നൈറ്റ് വിഷനൊക്കെ എടുക്കാൻ നേരത്ത് ക്ലോസ് റേഞ്ചിൽ എടുക്കാനൊക്കെ നല്ല ഉപയോഗമുള്ള സാധനം ഉണ്ടായി. പിന്നെ ഹീറ്റിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചാർജ് ചെയ്യുമ്പോഴാണെങ്കിലും ക്യാമറ യൂസ് ചെയ്യുമ്പോഴാണ് ചെറിയ ഹീറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ക്യാമറയ്ക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതായത് ഏതൊക്കെ രീതിക്ക് നിങ്ങൾക്ക് ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കണ്ടിട്ടോ. ഇതാണ് ഗൈസ് ഫോൺ ഔട്ട്ഡോറിൽ വെച്ച് നോക്കുമ്പോഴുള്ള ലുക്ക്. ഈ സൈസിൻ്റെ ലെൻസ് കണ്ട, ഇതിന് ചുറ്റും പറഞ്ഞത് ഒരു മെറ്റൽ പ്ലേറ്റിംഗ് ആണ് ഗൈസ്. ഇതാണ് ആ ഒരു മെറ്റൽ ഫ്രെയിം എന്ന് പറഞ്ഞത്. ഇവിടെ വിവോയുടെ ആ ഒരു ബ്രാൻഡിങ് ഉണ്ട്. നമ്മൾ ഫോൺ ഓൺ ആക്കുമ്പോഴാണെങ്കിൽ ഇങ്ങനെയാണ് ഔട്ടർ ബ്രൈറ്റ്നസ് പറഞ്ഞത്. 4500 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് ഔട്ട്ഡോറിൽ പറഞ്ഞത്. ക്യാമറ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വരും എന്ന് പറഞ്ഞാൽ നൈറ്റ് മോഡ് വരും. നൈറ്റ് മോഡിൽ നമുക്ക് എന്തൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അൾട്രാ വൈഡ് 1x 2x 4x നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് 1:1 4:3 16:9 ഫുള്ളിൽ എടുക്കാൻ പറ്റും. ടൈമർ അവിടെ 3-4 ടൈമർ ഉണ്ട്, അതായത് 3, 5, 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രിഡ് ലൈൻ സെറ്റ് ചെയ്യാം, ലെവൽ സെറ്റ് ചെയ്യാം, ഷേക്ക് റെസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് സെറ്റ് ചെയ്യാം. മോഷൻ ഫോക്കസ് ഉണ്ട്, അത് ഓൺ ആക്കിയിട്ടാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫോക്കസ് വരും. ഫേസിലാണെങ്കിൽ ഓട്ടോ ഫോക്കസ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് ഓൺ ആക്കിയിട്ടാൽ നമുക്ക് ഓട്ടോ ഫോക്കസ് നമ്മൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മളെ ഫേസൊക്കെ ഫോക്കസ് ചെയ്യും. അതായത് നമുക്ക് വാട്ടർമാർക്കൊക്കെ വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം, എന്ത് വേണം നമുക്ക് എഡിറ്റ് ചെയ്തിടാൻ പറ്റും. വാട്ടർമാർക്കിൽ ബാങ്ക് പരമായിട്ടൊക്കെ ജോലി ചെയ്യണവർക്ക് വാട്ടർമാർക്കൊക്കെ എപ്പോഴും ഉപയോഗമുള്ളൊരു സാധനമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മോർ സെറ്റിങ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം നമുക്കല്ലാതെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. മോഷൻ ഓട്ടോ ഫോക്കസ്, ഐ ഓട്ടോ ഫോക്കസ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പോർട്രേറ്റ് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഷട്ടർ സൗണ്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കയറിയ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പറഞ്ഞില്ല, സ്ലിപ്പറിയാണ് കേട്ടോ ഫോൺ. പോർട്രേറ്റ് മോഡ് നമ്മൾ എടുക്കുക. പോർട്രേറ്റ് മോഡ് എടുക്കുമ്പോൾ നമുക്ക് 24-ൽ 35-ൽ 50-ൽ 85-ൽ 100-ൽ ഇത്രയും രീതിക്ക് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. 100 എന്ന് പറയുമ്പോൾ ഇച്ചിരി നല്ല ബൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇവിടെ ഈ ഫിൽറ്റേഴ്സ് കാര്യങ്ങളുണ്ട്. ഇതിൽ നാച്ചുറൽ ഉണ്ട്, ഫെസ്റ്റിവൽ ഉണ്ട്, ലോ പോർട്രേറ്റ് ഉണ്ട്, നാച്ചുറൽ ബ്ലൂ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിലൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം. ഈ ഒരു ഫിൽറ്ററൊക്കെ എനിക്ക് ഇത്തിരി ഇഷ്ടമുള്ളൊരു ഫിൽറ്ററാണ്. അതിനുശേഷം രണ്ടാമത്തെ പരിപാടിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസൊക്കെ സ്മൂത്തൻ ചെയ്യാം. അതുപോലെ തന്നെ സ്കിൻ ടോൺ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ, അതായത് നമ്മുടെ ഫേസിൻ്റെ ലുക്ക്, നോസിൻ്റെ ലുക്ക്, അതൊക്കെ നമുക്കിങ്ങനെ മാറ്റാൻ പറ്റും. ഇതൊക്കെ കൂടുതലും പണ്ടൊക്കെ മറ്റേ ഫിൽറ്റർ ഇട്ട് ഫോട്ടോ എടുക്കുന്ന പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഉപയോഗമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ മെയിൻ സാധനം സൈസിൻ്റെ നമുക്ക് കുറച്ച് പോർട്രേറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ കണ്ട. ഈ പോർട്രേറ്റ് കാണിക്കണമെന്ന് പറഞ്ഞാൽ ബയോട്ര എന്ന് പറഞ്ഞാണ്. അതായത് പോർട്രേറ്റ് കുറച്ചുകൂടെ ഇങ്ങനെ ഒരു മുട്ടയുടെ ഷേപ്പിൽ കാണിക്കും. അതുപോലെ തന്നെ ബി സ്പീഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതുപോലെ തന്നെ സോണാർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അങ്ങനെ കുറച്ച് അധികം സാധനമുണ്ട്. ഇതിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സോണാർ എന്ന് പറഞ്ഞ പോർട്രേറ്റാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ നമുക്ക് എല്ലാത്തിലും ഓരോ ഫോട്ടോ ഇത് എടുക്കാം. ഈ ഒരു സാധനം കണ്ട, ഇതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രീസെറ്റ് ആയിട്ട് തന്നെ 35mm നമുക്ക് സ്ട്രീറ്റ് പോർട്രേറ്റ് എടുക്കാനായിട്ടുള്ളത് ഇതാണ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാം. ലാൻഡ്സ്കേപ്പ് ഫോട്ടോസൊക്കെ 24mm എടുക്കണം. അതായത് ഫോട്ടോഗ്രാഫി പഠിച്ചു പറഞ്ഞ ആൾക്കാർക്ക് കുറേ കൂടെ ഉപയോഗമുള്ള രീതിക്ക് ഏതൊക്കെ ലെൻസ് വെച്ച് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കണം എന്നുള്ളൊരു കാര്യം അവന്മാർ ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. 50mm ക്ലാസിക്കൽ പോർട്രേറ്റ്, അതായത് ക്ലോസ് റേഞ്ചിലൊക്കെ എടുക്കാൻ ബെറ്റർ 50mm ആണ് എന്ന് പറഞ്ഞ് സാധനങ്ങൾ പറഞ്ഞുകൊണ്ട് 85 ആണെങ്കിലും 100 ആണെങ്കിലും നമുക്ക് ക്ലോസപ്പ് ഒക്കെ 100 എന്ന് പറഞ്ഞാൽ ഫേസിൻ്റെ മാത്രമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാനുള്ള സാധനമാണെന്ന് അവരൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്തവർക്ക് ഇതൊരു ഉപയോഗമുള്ള സാധനമാണ്. അത് കഴിഞ്ഞ് ബാക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ മോഡിൽ പോകാം. ഫോട്ടോ മോഡിൽ അൾട്രാ വൈഡ് 1x 2x 4x അങ്ങനെ പോകാൻ പറ്റും. 4x എന്ന് പറയുമ്പോൾ 100mm ആണ്. വീഡിയോ റെക്കോർഡിംഗ് ആണ്. അൾട്രാ വൈഡ് 1x 2x 3x റെക്കോർഡ് ചെയ്യാൻ പറ്റും. വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയാൻ വന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്. നമുക്ക് മെയിൻ ക്യാമറയും അതുപോലെ തന്നെ ടെലിഫോട്ടോ ക്യാമറയും അൾട്രാ വൈഡ് ക്യാമറയും 50 MP പറഞ്ഞത്. അത്
പറഞ്ഞതുകൊണ്ട് ഇപ്പം ഞാൻ പറയാൻ ഓർമ്മിച്ചതെന്ന് പറഞ്ഞാൽ നമുക്കിതാ ഇവിടെ 4K 60 FPS അൾട്രാ വൈഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫുട്ടേജൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ ഒരു ഇത് പറഞ്ഞതുകൊണ്ട് ഞാനത് പറഞ്ഞാണ്. നമുക്ക് 4K ഷൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും അവിടെ നിന്ന് 1x പോകാൻ പറ്റില്ല. 0.9x വരെ നമുക്ക് പോകാൻ പറ്റും അൾട്രാ വൈഡിൽ ഷൂട്ട് ചെയ്താൽ. പിന്നെ 1x നമുക്ക് ഷൂട്ട് ചെയ്താൽ അവിടെ നിന്ന് അൾട്രാ വൈഡിൽ പോകാൻ പറ്റില്ല. അവിടെ നിന്ന് മാക്സിമം അപ് ടു 10x വരെ പോകാൻ പറ്റും. മനസ്സിലായ? അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു 4K സെറ്റപ്പ്. നമുക്ക് 1080p 60 നമുക്ക് അൾട്രാ വൈഡിൽ ഇട്ടതിന് ശേഷം മാക്സിമം ഏതുവരെ പോകാമെന്ന് പറഞ്ഞാൽ അതും 0.9 വരെ പറ്റും. 0.6 to 0.9 വരെ പറ്റത്തുള്ളൂ. 1x നമുക്ക് റെക്കോർഡ് ചെയ്താൽ അൾട്രാ വൈഡിലോട്ട് പോകാൻ പറ്റില്ല. അതും നമുക്ക് 10x വരെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 4K 60 ഈ ഒരു 50 രൂപ റേഞ്ചിൽ അൾട്രാ വൈഡിൽ ഇത്തിരി നല്ല ക്യാമറ തരുന്ന സാധനം ഇത് തന്നെടാ. അൾട്രാ വൈഡിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ അൾട്രാ വൈഡിൽ ലോ ലൈറ്റിൽ അത്ര സുഖമൊന്നുമില്ല. നിങ്ങളത് നോക്കേണ്ട ആവശ്യമില്ല. അൾട്രാ വൈഡിൽ ഇപ്പം ഈ ഒരു ബഡ്ജറ്റ് പറഞ്ഞ ഫോണുകളും അത്ര വലിയ സുഖമുള്ള കേസൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ സ്റ്റെബിലൈസേഷൻ മോഡുണ്ട്. നമുക്കിപ്പോൾ ഓഫ് ആക്കാം സ്റ്റെബിലൈസേഷൻ, അതുപോലെ തന്നെ ഓൺ ആക്കാം, അൾട്രാ ആക്കാൻ പറ്റും. അൾട്രാ ആക്കുന്ന സമയത്ത് നമുക്ക് 1080p 60 ആണ് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നത്. 4K സ്വിച്ച് ആകുമ്പോൾ നമുക്ക് സ്റ്റെബിലൈസേഷൻ മോഡ് തിരിച്ച് ബാക്കിലോട്ട് പോകുന്നുണ്ട്. മനസ്സിലായ? അപ്പം 4K നമുക്ക് 60 എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റെബിലൈസേഷൻ അൾട്രാ ഇടാൻ പറ്റത്തില്ല. ഇപ്പോഴേ തന്നെ ഇത്രയും കാര്യം പറഞ്ഞ് നിങ്ങളിപ്പം കണ്ടിന്യൂസ് ഒരു 6 മിനിറ്റോളം ഞാൻ ഇതിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ സാധനം നല്ല ഹീറ്റ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ബാക്കിൽ ഇവിടെ അതായത് ഇപ്പം നമ്മൾ സാധാരണ ഈ പ്രൊസസ്സർ പറഞ്ഞ ആ ഒരു ഭാഗത്ത് മാത്രമാണ് ആദ്യം ഹീറ്റ് അടിച്ച് തുടങ്ങുന്നത്, എന്നിട്ടേ ബാറ്ററി ഭാഗത്ത് ഹീറ്റ് വരും. ഇതങ്ങനെയല്ല. ഇവിടെ നിന്ന് ഫുള്ള് ഹീറ്റുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ ഇവിടെ ഫുള്ള് ഹീറ്റുണ്ട്. ഹീറ്റിങ് നല്ല രീതിക്ക് ഉണ്ടടായി. അത് കഴിഞ്ഞ് നമുക്കിതാ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മൈക്രോ മൂവി എന്ന് പറഞ്ഞ സാധനം കണ്ട. ഈ സാധനത്തിനകത്ത് നമുക്കിതാ ഇവിടെ ഈ ഒരു സംഭവം പോർട്രേറ്റ് ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. കുറേ സാധനങ്ങൾ പോർട്രേറ്റ് ഇങ്ങനെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡെയിലി വ്ളോഗിനാണെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഈ പോർട്രേറ്റിൽ ഇത് കണ്ട നമ്മൾ വീഡിയോ ഒക്കെ തുടങ്ങുന്നതിന് ഇൻ ദിസ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഈ റെക്കോർഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ബാറ്ററി പഴയ മറ്റേ വീഡിയോ ക്യാമറയിലൊക്കെ ഉള്ള സാധനം കണ്ട ആ ഒരു സംഭവം ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്. ചാർജ് നമുക്ക് കാണിക്കും 100%. പക്ഷേ ചാർജ് 100% ഇല്ല, 70% ഉള്ളൂ. അതിൽ പ്രീസെറ്റായിട്ട് വന്ന സാധനമാണ്. ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ ടൈം കണ്ട കാണിക്കുന്നത്. അതൊന്നും റെക്കോർഡൊന്നും ചെയ്യണില്ല, ജസ്റ്റ് കാണിക്കണമെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഓരോ ഇതുണ്ട്. ഫുഡിനാണെങ്കിൽ ഫുഡിൻ്റെ സംഭവം നമുക്ക് ഇതൊക്കെ ഇട്ട് ഡെയിലി ഷെയർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിലോട്ട് ഷെയർ ചെയ്ത് കൊടുത്തത്. മനസ്സിലായ? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. നൈറ്റ് മോഡ്, പിന്നെ സ്പോട്ട്, അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൈസ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 1080p 60 FPS ഫ്രണ്ട് ക്യാമറയിലാണ്. അത്യാവശ്യം നല്ല വൈഡാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിതാ ഇവിടെ 1x എന്ന് പറഞ്ഞൊരു സംഭവത്തിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. 2x എന്ന് പറയുന്ന സംഭവത്തിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ ഇങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. തിരിച്ച് അൾട്രാ വൈഡിലോട്ട് പോകുമ്പോൾ ആ ഒരു ക്ലോസ് മാറിയിട്ട് തിരിച്ച് ബാക്കിലോട്ട് പോയി അൾട്രാ വൈഡിലോട്ട് വന്നിരിക്കുകയാണ്. ഞാൻ കൈ വലുതായിട്ട് നീട്ടി വെച്ചിട്ടില്ല. ഇത്രയും ഒരു എൽ ഷേപ്പിലാണ് എൻ്റെ കൈ ഇരിക്കുന്നത്. ഇപ്പോൾ നീട്ടി വെച്ചിരുന്ന ഇത്രയും വൈഡിൽ കിട്ടും. എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈക്കാണ്. അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു നോർമൽ, അതായത് ഇവിടെ സൈലൻ്റാണ്, പതുക്കെയാണ് സംസാരിക്കുന്നത്. അത് ഞാൻ വീട്ടിൽ വെച്ചിങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് മൈക്ക് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പതുക്കെ സംസാരിച്ചപ്പോഴും എനിക്ക് നല്ലപോലെ എൻ്റെ മൈക്ക് സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. റഷായിട്ട്, അതായത് ട്രാഫിക്കിൽ കൂടെയൊക്കെ അല്ലെങ്കിൽ റോട്ടിൽ കൂടെ വണ്ടി പോകുമ്പോൾ ഉള്ള കിട്ടുക. ഗൈസ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 1080p 60 FPS ആണ്. ഇതിലും 30 റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ഫ്രണ്ട് ക്യാമറയിൽ അൾട്രാ വൈഡ്, അതുപോലെ തന്നെ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ 1x 2x പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ ക്വാളിറ്റി. മൈക്ക് ക്വാളിറ്റിയും കൂടെ നോക്കിയാൽ മതി. കണ്ടല്ലോ ഗൈസ്, അതാണ് ആ ഒരു മൈക്ക് ക്വാളിറ്റി. വണ്ടിയൊക്കെ വന്നാലും അത്ര വലിയ കലിപ്പൊന്നും ഇല്ലാത്ത രീതിക്കുള്ളൊരു മൈക്ക് ക്വാളിറ്റി ഉണ്ട്. ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ 4K 60 ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. നമുക്കിനി ഫ്രണ്ട് ക്യാമറയുടെ കുറച്ച് സെൽഫീസും കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് വരാം. ഫ്രണ്ട് ക്യാമറയിൽ തന്നെ നമുക്ക് 3 രീതിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇത് അൾട്രാ വൈഡിൽ എടുത്താണ്. ഇതാണ് അതിൻ്റെ യഥാർത്ഥ വൈഡ് എന്ന് പറയുന്നത്. ഇത് 1x ക്രോപ്പായി എടുത്തതും ഇത് 2x ക്രോപ്പായി എടുത്തതാണ്. 3 നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ട ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്താൽ മാറുന്നതാണ്. ഗൈസ്, ഇതാണ് ഇതിൻ്റെ 4K 60 FPS അൾട്രാ വൈഡിലെ വീഡിയോ. അൾട്രാ വൈഡിൽ നിങ്ങൾക്ക് 4K എടുക്കാം. ലോ ലൈറ്റിലാണെങ്കിൽ ചെറിയൊരു പിരിവൊക്കെ ഉണ്ട്. അത് ഇനി ഏതൊരു സാധനമാണെങ്കിലും ഈ ഒരു ബഡ്ജറ്റിൽ ലോ ലൈറ്റിൽ അൾട്രാ വൈഡ് വലിയ സുഖമൊന്നും തരില്ല. പക്ഷേ നിങ്ങൾക്ക് 4K റെക്കോർഡ് ചെയ്യാം, 60 FPS റെക്കോർഡ് ചെയ്യാം എന്നുള്ളതുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ക്യാമറയും 50 MP പറഞ്ഞത്. അതിലും നമുക്ക് 4K 60 റെക്കോർഡ് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് സ്വിച്ച് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ടെലിഫോട്ടോ ലെൻസിലോട്ട് സ്വിച്ച് ആവത്തില്ല. ഈ മെയിൻ ക്യാമറയിൽ തന്നെ നമ്മൾ മാക്സിമം സൂം ഇൻ ആയിട്ട് എടുക്കണം. ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇതിപ്പം അൾട്രാ വൈഡാണ്. അൾട്രാ വൈഡിൽ നമുക്ക് സൂമിൻ്റെ പോകണമെങ്കിൽ 0.9x വരെ സൂമിന് പറ്റും. അതായത് 0.6 മുതൽ 0.9x. 1080p 60 ആണെങ്കിൽ അൾട്രാ വൈഡിൽ നിന്ന് നമുക്ക് മാക്സിമം സൂമിന് പോകാൻ പറ്റത്തില്ല. നമുക്ക് ഇപ്പോൾ 0.6 മുതൽ 0.9 വരെ പോകാൻ പറ്റൂ. കട്ട് ചെയ്തതിന് ശേഷം 1x ഇട്ടിട്ട് മാത്രമേ നമുക്ക് മാക്സിമം സൂം ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ ടെലിഫോട്ടോയിലോട്ട് പോകത്തില്ല. ഇതിൻ്റെ മെയിൻ ഇത് 4K ആണെങ്കിലും 1080p ആണെങ്കിലും ടെലിഫോട്ടോയിലോട്ട് പോകത്തില്ല. ഓക്കെ, അതും കൂടെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്യാം. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 4K 60 FPS മെയിൻ ക്യാമറയാണ്. ഇപ്പോൾ അൾട്രാ വൈഡ് മെയിൻ ക്യാമറ തമ്മിൽ ക്വാളിറ്റി വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. നമുക്കിതിപ്പം സൂം ചെയ്ത് നമുക്കിതാ ഇങ്ങനെ പോണ സമയത്ത് 10x വരെ സൂം ചെയ്യാൻ പറ്റും. ഈ 10x എന്ന് പറയുന്നത്
മെയിൻ ക്യാമറ, അതായത് 1x ക്യാമറ തന്നെ സൂം ഇൻ ആയിട്ട് പോകുന്നതാണ്. ആ 2x പോകുമ്പം നമ്മുടെ ആ ഒരു ടെലിഫോട്ടോ ലെൻസ് മാറത്തില്ല. അത് ഫോട്ടോ എടുക്കാൻ മാത്രമേ നമുക്ക് ടെലിഫോട്ടോ ലെൻസിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. ടെലിഫോട്ടോ ലെൻസിൽ കൂടെ നമുക്ക് വീഡിയോ എടുപ്പ് ഇതിൽ നടക്കത്തില്ല. 1080p കൂടെ ഞാൻ ഇനി കാണിച്ചു തരാം. ഇതിപ്പം ബാക്ക് ക്യാമറ 1080p 60 ആണ്. നമുക്ക് ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ സൂര്യൻ ഇവിടെ നിന്നാണ് അടിക്കുന്നത്, കണ്ട ഇവിടെ നിന്നാണ് അടിക്കുന്നത്. ഇത് ഇങ്ങനെയൊക്കെ വെക്കുമ്പം ലൈറ്റ് കാര്യങ്ങൾ മാറണമെന്ന് നോക്കിയാൽ മതി. നമുക്ക് അൾട്രാ വൈഡിൽ നിന്നും സൂം ഇൻ 0.9 മാത്രമേ 1080p 60 പറ്റത്തുള്ളൂ. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് 1x കാണിച്ചു തരാം. ആ ഒരു പിക്സൽസിൻ്റെ പിരിവക്കം കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ ഈ 1080p 4K വരുമ്പോൾ വ്യത്യാസം. നമുക്ക് 4K എടുത്താൽ കുറച്ചുകൂടെ ക്രോപ്പ് ചെയ്തിട്ടൊക്കെ നമുക്ക് വീഡിയോ ഇടുമ്പോൾ അത്ര പിരുന്ന ഫുട്ടേജ് കിട്ടത്തില്ല. മനസ്സിലായി? ഇവിടെ നിന്നാണ് സൂര്യ അടിക്കുന്നത്, കണ്ട ഈ ഒരു ലെവലിൽ നിൽക്കും. ഞാൻ ഇനി 1x കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 1080p 60 FPS 1x ഇതിൽ നിന്ന് നമുക്ക് മറ്റേതുപോലെ 10x വരെ സൂമിന് പോകാൻ പറ്റും. പക്ഷേ എനിക്ക് ഈ ഒരു പൈസയ്ക്ക്, അതായത് ഈ ഒരു 50,000 കൊടുത്തിത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ 60 FPS കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ ഒരു ഫ്രെയിം ചെറിയൊരു പിടുത്തം നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. അത് ഈ ഫോണിനെ ഞാൻ കുറ്റം പറയണമല്ല. ഈ ഒരു റേഞ്ചിൽ ഏതൊരു ഇപ്പം ഒരു ബ്രാൻഡ്, എല്ലാം ബ്രാൻഡ് തന്നെ, ഇപ്പം സാംസങ്ങോ ഐഫോണോ ഈ ഒരു ഇപ്പം S23 നമുക്ക് 37,000 മുതൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് ആണ്. 128 ഒരു 45 രൂപയ്ക്ക് നമുക്കിപ്പം പോട്ട് 50,000 രൂപ കൊടുത്ത് S23 നമ്മൾ എടുത്താലും നമുക്ക് ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ വീഡിയോ ക്വാളിറ്റി കിട്ടും. മനസ്സിലായി? അപ്പം ഈ ഒരു സാധനം ഫോട്ടോഗ്രാഫി കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ വീഡിയോ ക്വാളിറ്റി നിങ്ങൾ ഈ ഒരു ഇത് ഞാൻ ഇപ്പം സ്റ്റെബിലൈസേഷൻ മോഡ് സംഭവം അതിലൊരെണ്ണം ഓണാണ്. ഞാൻ ഷേക്കൊന്നും ചെയ്യാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്വാളിറ്റി നോക്കിയാൽ മതി. ഇവിടെ നിന്ന് നമുക്ക് സൂം ഇന്നായിട്ട് 10x വരെ പോവാം. 1080p നല്ല പിരിന്ന് പോകുന്നുണ്ട്. 4K അത്ര പിരിന്ന് പോകണില്ല. മനസ്സിലായല്ലോ? ഇതാണ് ആ ഒരു ക്വാളിറ്റി. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 1080p 60 FPS അൾട്രാ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അതായത് സ്റ്റെബിലൈസേഷൻ്റെ അൾട്രാ മോഡ്. ഞാനിപ്പം സ്റ്റെപ്പ് കയറുകയാണ്. ആ ഒരു സ്റ്റെബിലൈസേഷൻ നോക്കിയാൽ ഇതിൽ നമുക്ക് സൂം ചെയ്യാൻ പറ്റത്തില്ല, സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പരിപാടിയും പറ്റത്തില്ല. ഈ ഒരു തരണ സാധനത്തിൽ മെയിൻ ക്യാമറയിൽ 1080p 60 FPS മാത്രം വെച്ചിട്ട് നിങ്ങൾ അത്രയും അൾട്രാ ഷേക്കുള്ള സാധനങ്ങൾ എടുക്കണം. ഈ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ എടുത്ത് നോക്ക്. ഞാനിപ്പം ഇങ്ങനെ വെച്ച് കുലിക്കുക എന്തായാലും ഷേക്ക് വരും. നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ ഓടുന്ന സമയത്ത് ഷേക്ക് ഉണ്ടാകുന്ന നോക്കിയാൽ മതി. ഫോക്കസ് കാര്യങ്ങൾ കിട്ടണമെന്ന് നമുക്ക് നോക്കാം. ആ ഒരു മോഡിൽ ഫോക്കസ് കിട്ടണമെന്ന് നോക്കാം. വാച്ചിൽ ഫോക്കസ് പിടിക്കണില്ല, ഇങ്ങനെ പിടിച്ചു. ഇത് മാറുമ്പോൾ പൂക്കളിൽ പിടിച്ചു. ഇച്ചിരി ആ ഒരു മോഡിനകത്ത്, അൾട്രാ സ്റ്റെബിലൈസേഷൻ മോഡിനകത്ത് ഫോക്കസ് പിടിക്കുന്ന പാടാണ്. നമ്മൾ കട്ട് ചെയ്തിട്ട് 4K 60 FPS എങ്ങനെ നമുക്ക് ഫോക്കസ് പിടിക്കണം നോക്കാം. ഗൈസ്, ഇപ്പം 4K 60 FPS ആണ്. ഇത് നിങ്ങളാണെന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റൊക്കെ ഷോ ചെയ്യണ ഒരു ചാനലുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഇപ്പം ഒരു പ്രോഡക്റ്റ് എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഗൈസ് ഇതാണ് ഞാൻ ഇന്ന് വാങ്ങിച്ച പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഇങ്ങനെ ക്ലോസ് പോകുന്നുണ്ട്. ഇത് മാറുമ്പം നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. തിരിച്ചെടുക്കുമ്പോൾ ഫോക്കസ് ഇങ്ങനെ ഫോക്കസ് ഒന്നുമില്ല. നമുക്കിതാ ഇച്ചിരി ഫോക്കസ് ആവാൻ ഇച്ചിരി ഒരു ഡിലേ, ഒരു 1-2 സെക്കൻഡ് ഡിലേ. പക്ഷേ ക്ലോസ് റേഞ്ച് വരുമ്പം ആ ഒരു ഡിലേ ഇല്ല ഫോക്കസ് ആവാൻ. നോക്കിക്കോണേ, ഈ ഒരു ലെവലിൽ നിന്ന് ഫോക്കസ് ആയി ഇവിടെയൊക്കെ എത്തുമ്പോഴാണ് ഫോക്കസ് കറക്റ്റ് കിട്ടണത്. കണ്ട, ഒരു ക്ലോസ് റേഞ്ച് വയ്ക്കുമ്പം ഫോക്കസ് ആക്യുറേറ്റ് ആണ്. ഒരു ലോങ് റേഞ്ച് നിൽക്കുമ്പോൾ ഫോക്കസ് പതുക്കെയാണ് പിടിക്കുന്നത്. കണ്ട, അത് ബാക്ക്ഗ്രൗണ്ട് അത്രയും ഈ ഫ്രെയിമിൽ കിട്ടണോണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. ക്ലോസ് റേഞ്ച് വരെയാണെന്നുണ്ടെങ്കിൽ പക്ക ആക്യുറേറ്റ് ആണ് കേട്ടോ. കണ്ടല്ലോ? അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ഫോക്കസ് ആക്യുറസി ടെസ്റ്റ്. ഓക്കെ, പ്രൊഫഷണൽ പോർട്രേറ്റ് എന്നാണ് ഇതിൻ്റെ ഫോണിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വെച്ചിട്ട് കുറച്ച് പോർട്രേറ്റ് ഫോട്ടോ എടുക്കാം. പ്രൊഫഷണൽ പോർട്രേറ്റിൽ എടുത്ത ഒരു ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടോ? ഇത് എൻ്റെ ചങ്ക്സ്, 2 ചങ്ക്സ് ആണ് ഗൈസ്. അപ്പോൾ അവരെ ഫുൾ അപ്പർച്ചർ വേലി ഫുൾ ഇട്ടിട്ട് എടുത്തതാണ്. അപ്പോൾ ആ ഫുൾ ഇട്ടിട്ട് എടുത്തിട്ടും വലുതായിട്ട് ഫോട്ടോ ഒന്നും പിരിഞ്ഞിട്ടില്ല. ആ ഒരു സൈസിൻ്റെ ക്യാമറയിൽ അവർ പ്രൊവൈഡ് ചെയ്യണ കുറച്ച് ഫിൽറ്റേഴ്സ് ഉണ്ടല്ലോ, അതായത് ബൊക്കെ ഫിൽറ്റേഴ്സ് ഉണ്ടല്ലോ, ഈ മറ്റേ ത്രികോണം, അതുപോലെ തന്നെ റൗണ്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളില്ലേ. അതിലൊരു റൗണ്ട് പറഞ്ഞ സാധനം വെച്ചിട്ട് എടുത്ത സാധനമാണ്. അത്യാവശ്യം നല്ല സാധനമാണ്. വലിയ കളറും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അത് കാണിച്ചിട്ടില്ല. അത്യാവശ്യം നല്ലൊരു സാധനമാണ്. നമുക്ക് ഗ്രേഡ് ചെയ്യാനാണെങ്കിലും അതിലെടുക്കുന്നത് അടിപൊളിയായിട്ട് നമുക്ക് ഗ്രേഡ് ചെയ്യാനും പറ്റും കേട്ടോ. കൂടുതൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോ അല്ല കിട്ടുന്നത്. അപ്പം അതെനിക്ക് എന്തായാലും പോർട്രേറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നോർമൽ ഒബ്ജക്ട്സിൻ്റെ പോർട്രേറ്റും അല്ലാത്ത ഫോട്ടോസും കൂടെ നിങ്ങളൊന്ന് കാണാം.
ഇത് 1080p 120 fps സ്ലോ മോഷൻ വീഡിയോ ആണ്. അതേ ഫ്രെയിമിൽ തന്നെ 1080p 240 fps എടുത്തൊരു വീഡിയോ ആണ് ഇത്. നമ്മുടെ സിനിമാറ്റിക് എന്ന് പറഞ്ഞ മോഡില്ലേ, അതുപോലെ സ്വിച്ചിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഫോക്കസ് എവിടെ കൊടുത്തു വെച്ചിരിക്കുന്നോ അതിൽ മാത്രം ഫോക്കസ്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇത്തിരി ബ്ലറാക്കും. കുറച്ച് പ്രീസെറ്റ് ആയിട്ട് വരുന്ന ലറ്റ്സ് ഉണ്ടല്ലോ, ആ ഒരു ലറ്റ്സിലെടുത്തതാണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് കണ്ട പച്ചയൊക്കെ കുറഞ്ഞിട്ട് അവിടെ ഒരു വാം ടോൺ കയറിയിട്ടുള്ള ആ ഒരു സംഭവമാണ് ഇതാ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 30 fps ആയതാണ് ഞാൻ മുമ്പൊന്നും കൊടുക്കാത്തത്. നമ്മൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ക്ലോസ് പോകുമ്പോഴും ഫോക്കസ് അവിടെ നിന്ന് മാറുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഫോക്കസ് ഇപ്പം ഹീറോയിൽ കൊടുത്തിട്ടുണ്ട്, ഹീറോയിൽ ഫോക്കസ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബൊക്കയൊക്കെ നോക്കിയാൽ ഇതാ ഇവിടെ ഹാൻഡിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബൊക്കെ ഇപ്പം ഹാൻഡിൽ ബൊക്കെ പിടിച്ചിട്ടുണ്ട്. അതേ സെയിം സാധനം നമ്മൾ 2x എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടെലിഫോട്ടോ ക്യാമറയിലൊന്നും അല്ല എടുക്കുന്നത്, 1x നിന്ന് സൂമിനായിട്ട് പോയാണ് 2x എടുക്കുന്നത്. അപ്പം അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അതുപോലെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ആ ഒരു ബൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടിൽ 2 ആൾക്കാർ നിൽപ്പുണ്ട്, കണ്ട അവരെയൊക്കെ നല്ലപോലെ ബൊക്കെ ആക്കിയിട്ടുണ്ട്. 30 fps ആണ്. സൂര്യപ്രകാശം അടിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ക്യാമറയിലാണ് നോക്കുന്നത്. നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബ്ലർ കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലോക്ക് സബ്ജക്റ്റ് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ലോങ് പ്രസ് ചെയ്താൽ എൻ്റെ ഫേസ് ലോക്കാവും. ഞാനിനി എങ്ങോട്ട് തിരിഞ്ഞാലും എൻ്റെ ഫേസിൽ നിന്ന് ഫോക്കസ് മാറത്തില്ല. പക്ഷേ ലൈറ്റ് മാറിയിട്ടുണ്ട്, അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. എക്സ്പോഷർ അഡ്ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി ആവല്ല. കണ്ട ഇത് മാറുമ്പം എക്സ്പോഷർ നമ്മൾ അകത്ത് എത്ര വെച്ചാണോ എക്സ്പോഷർ സെറ്റ് ചെയ്തിരുന്നത് ആ ഒരു എക്സ്പോഷർ തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. പക്ഷേ ബ്ലറിങ് ഒക്കെ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. 1x ഇടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫ്രണ്ട് ക്യാമറയാണ്, 1x അത് സ്വിച്ച് ചെയ്യാൻ പറ്റും. 30 fps ആണ്. 2x നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. കണ്ടോ ഉറപ്പൊന്നുമില്ല ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യണം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇങ്ങനെ അൾട്രാ വൈഡിലൊക്കെ ചെയ്താൽ നമുക്ക് ആ ഒരു ബൊക്കയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം അതാണ് ഗൈസ്. ഇത് പിന്നെ പോസ് ഓപ്ഷൻ ഉണ്ട്, ഇതിപ്പം എല്ലാത്തിലും വന്നല്ലോ. അപ്പോൾ ഉണ്ട് എക്സ്പോഷർ മാറില്ല. നമുക്ക് എൻ്റെ ഫേസിന് ആവശ്യമായിട്ടുള്ള വെട്ടം ആ ഒരു മോഡിൽ കിട്ടാനില്ല, മനസ്സിലായ? അതൊന്നും ആരും അങ്ങനെ യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നല്ലേ. 50 രൂപയ്ക്ക് നമ്മളെടുക്കുമ്പോൾ അതും കൂടെ ഒക്കെ കൊടുക്കാമായിരുന്നു. കുഴപ്പമില്ല. കണ്ടല്ലോ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ആ ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ആൻഡ് നോർമൽ വീഡിയോഗ്രാഫി. അപ്പം വീഡിയോഗ്രാഫി മെയിനായിട്ട് നോക്കണവരുണ്ടെങ്കിൽ ഇപ്പം S23 ഒക്കെ 37 സംതിങ് ഒക്കെ ഉള്ളൂ. 256 ആണെങ്കിൽ 40 സംതിങ്. കാർഡ് ഓഫറൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം അപ്ഗ്രേഡ് പ്ലാൻ എന്തൊക്കെയുണ്ട് അതിലൊക്കെ വെച്ചിട്ട് നിങ്ങൾ S23 പോകുന്നത് നല്ലതായിരിക്കും. വീഡിയോഗ്രാഫിയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ കുറച്ച് പൈസ അങ്ങോട്ട് ഇട്ടിട്ട് ഐഫോൺ എടുക്കുക, 14 മുകളിലോട്ട് എടുക്കുക. ഇനി 13 ഒന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് സത്യം പറഞ്ഞാൽ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ റീല് ഷൂട്ട് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സെക്കൻഡറി ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12 പോവാടായി. പക്ഷേ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസത്തേക്കുള്ള റീല് ഷൂട്ടിങ് അല്ലെങ്കിൽ ഷോർട്സ് ഷൂട്ടിങ് ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പോവാം. വീഡിയോഗ്രാഫിക്ക് വേണ്ടി ഈ പൈസ കൊടുത്ത് ഇതെടുക്കാൻ ഞാൻ എന്തായാലും പ്രിഫർ ചെയ്തില്ല. എനിക്ക് ആ ഒരു ഫ്രെയിം പിടിച്ചിരിക്കണം. അതായത് ഈ ഒരു 50 രൂപ റേഞ്ച് നമ്മൾ കൊടുത്തിട്ട്, ഇപ്പം ഫ്ലിപ്പിൽ 50 രൂപയാണ് കാണിക്കണം, 50 രൂപ റേഞ്ചിൽ നമ്മളിത് കൊടുത്തിട്ട് എടുക്കുമ്പം ആ ഒരു ഫ്രെയിം പിടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഫോട്ടോഗ്രാഫിയാണ് നിങ്ങൾ നോക്കണമെങ്കിൽ ഇതിൻ്റെ പോർട്രേറ്റ് നോക്കണം. നിങ്ങൾ കണ്ടല്ല, പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ആണെങ്കിലും ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ആണെങ്കിലും ഏത് രീതിക്ക് വേണോ നിങ്ങൾക്ക് എടുക്കാം. ഫോട്ടോ എടുത്ത് പഠിക്കാൻ തെളിയുക, അതാണ് ഇതിൻ്റെ ആ ഒരു സൈസിൻ്റെ കുറേ ഫിൽറ്റേഴ്സും അതുപോലെ തന്നെ അവരെ കുറച്ച് പോർട്രേറ്റിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തെളിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും എടുക്കാം, കുഴപ്പമില്ലടായി. പക്ഷേ വീഡിയോഗ്രാഫിക്ക് ഞാൻ എന്തായാലും ഇത് പ്രിഫർ ചെയ്തില്ല. പിന്നെ മൈക്ക് ക്വാളിറ്റി അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ സ്പീക്കർ ക്വാളിറ്റി അത്യാവശ്യം അടിപൊളിയാണ്. ഡിസ്പ്ലേ ക്വാളിറ്റി അടിപൊളിയാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഐഫോൺസ്, അതായത് 16 Pro 16 Pro Max ഒക്കെ വീഡിയോ ചെയ്യാം. ഡിസംബർ വരെ എന്തായാലും തിരക്കാണ് ഗൈസ്. അതിനിടയ്ക്ക് നമുക്ക് എന്തായാലും വീഡിയോ കൊണ്ടുവരാം. വേറെ ഏതോ റിയൽമിയുടെ ഫോണൊക്കെ ഒരു പയ്യൻ കമൻറ്റ് ഇടുന്നുണ്ട്, എടാ ഞാൻ കാണുന്നുണ്ട്, നമുക്കത് ചെയ്യാം. അപ്പോൾ ശരി ഗൈസ്, അടുത്ത വീഡിയോ കാണാൻ പറ്റും.